ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു സർവീസ് ജീവിതം ഇനി എന്തായാലും തുടരാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവരുടെ സേവനം ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. ബാങ്ക് ഇനിയും ഉയരത്തിലെത്താൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ബാങ്കിനുണ്ടാകണം. കഴിഞ്ഞ കാലങ്ങളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ നമ്മുടെ ബാങ്കിന് സാധിച്ചത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. 3 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനൊടുവിൽ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിനോട് യാത്ര പറഞ്ഞ് സെക്രട്ടറി കാരാടൻ നാസറും മാനേജർ വി ബാബുരാജും ബാങ്കിന്റെ വളർച്ചയിലും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും നിർണായക പങ്കുവഹിച്ചവരാണ് ഇരുവരെന്നും ബാങ്കിന് നികത്താനാവാത്ത നഷ്ടമാണ് ഇരുവരുടെയും വിരമിക്കലെന്നും ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് പറഞ്ഞു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ദീർഘകാല വളർച്ചയുടെ ഭാഗമായിരുന്ന 2 പേരാണ് ബാങ്ക് കുടുംബത്തോട് വിട പറഞ്ഞത്. 37 വർഷത്തിലേറെയായി സേവനത്തിനു ശേഷം സെക്രട്ടറിയായി കാരാടൻ നാസറും 35 വർഷത്തിലേറെ സേവനത്തിന് ശേഷം മാനേജർ വി ബാബുരാജും സർവീസിൽ നിന്നും വിരമിച്ചു. ബാങ്കിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും ഇരുവരും നിർണായക പങ്ക് വഹിച്ചവരാണ്. നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകൽ, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും അവാർഡുകളും വിതരണം ചെയ്യൽ, രോഗികൾക്കും വയോജനങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകൽ തുടങ്ങി ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ബാങ്കിനെ സമൂഹത്തോട് കൂടുതൽ അടുപ്പിക്കാൻ ഇവർക്കായി. ബാങ്കിന്റെ എല്ലാ വെല്ലുവിളി ഘട്ടങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇരുവരുമെന്ന് ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് പറഞ്ഞു. ബാങ്കിന്റെ പുരോഗതിക്കായി സമയപരിധികൾക്കപ്പുറം പ്രവർത്തിച്ച ഇവരുടെ സേവനം മറക്കാനാവാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ബാങ്കിൽ 36 വർഷം സേവനം ചെയ്ത, ഏറ്റവും കൂടുതൽ വർഷം സേവനം ചെയ്ത ഒരാളായിരിക്കും കാരാടൻ നാസർ. ഇന്ന് ബാങ്കിൻ്റെ സെക്രട്ടറിയായി റിട്ടയർ ചെയ്യുകയാണ്. സർവീസിൽ കയറി കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് നിയമമാണ്, നിർബന്ധമാണ്. ഒപ്പം തന്നെ ഈ ബാങ്കിൻ്റെ ഒരു മുഖ്യ ഘടകമാണ്. ബാങ്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ് ബാങ്കിൻ്റെ മാനേജറായിട്ട് ഇന്ന് റിട്ടയർ ചെയ്യുന്ന വി ബാബുരാജ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് കഴിഞ്ഞ 35 കൊല്ലക്കാലം ഇവർ ചെയ്ത സേവനം അത് പെരിന്തൽമണ്ണക്കാർക്ക് മറക്കാൻ കഴിയില്ല. ഈ ബാങ്കിന്, പ്രത്യേകിച്ച് ബാങ്കിലെ ജീവനക്കാർക്ക്. ഈ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ ഞാൻ ഇപ്പോൾ നേരത്തെ അവിടെ സൂചിപ്പിച്ചു, ഒരുപാട് നൂലാമാലകളുള്ള ഒരു മേഖലയാണ് സഹകരണ സംഘം. ആ സഹകരണ സംഘത്തിൽ അതിൻ്റെ അപേക്ഷകൾ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരുപാട് പ്രയാസങ്ങൾ കഴിഞ്ഞ കാലത്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നടന്ന ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അനുമതി വാങ്ങിത്തരാനും അതിൻ്റെ നിയമപരമായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ ബാങ്കിൽ നിലനിന്നിരുന്നു. 65 എൻക്വയറി ഉൾപ്പെടെയുള്ള അതിൻ്റെയൊക്കെ നിയമപരമായ പോരാട്ടങ്ങൾക്കും ഞങ്ങളെ കൂടെ ബാങ്കിൻ്റെ ഭരണസമിതിയുടെ, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ബാങ്കിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അതിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളിലും അതിൻ്റെ കൂടെ നിന്ന് രാപ്പകലില്ലാതെ സമയം നോക്കാതെ, അവർക്ക് ഡ്യൂട്ടി 10 to 5 ബാങ്കിൻ്റെ സെക്രട്ടറി ഒക്കെ ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്നത് രാവിലെ ഒരു 9:30 ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ 11 മണി, 12 മണി, 1 മണി സമയത്തൊക്കെ ബാങ്കിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയ സമയങ്ങളുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള, ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയും ആത്മാർത്ഥതയുള്ള അപൂർവം ജീവനക്കാരിൽ പെട്ട ആളുകളാണ് നാസർ ഉൾപ്പെടെയുള്ള, ബാബുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ ആ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇന്നത്തെ ഈ പുതിയ തലമുറയിൽ അവർ കൃത്യമായി ഓഫീസ് സമയം നോക്കി ജോലി ചെയ്യുന്ന ആളുകളാണ്. 10 to 5. അതിൽ നിന്നൊക്കെ വിപരീതമായി, വിഭിന്നമായി കൊണ്ടാണ് ഈ ബാങ്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ അവരുടെ കഴിവിൻ്റെ പരമാവധി ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നിസ്തൂല സേവനം ചെയ്ത ആളുകളാണ് ഈ 2 പേരും. അപ്പോൾ അവർ ഇന്ന് ബാങ്കിനോട് യാത്ര പറയാൻ ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഈ ബാങ്കിന് നെടുന്തൂണുകളാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ലെവലിലേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ആര് എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾക്ക് ഉത്തരം ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ ആ ലെവലിലേക്ക് വളർത്തി എടുക്കേണ്ടതുണ്ട്. ഏതായാലും അവരുടെ സേവനം ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു സർവീസ് ജീവിതം ഇനി എന്തായാലും തുടരാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവരുടെ സേവനം ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ ബാങ്കിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അവരുടെ പ്രവർത്തനങ്ങൾ ഇനിയും ബാങ്കിന് ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏതായാലും ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അവരുടെ സേവനം ഇന്ന് വിരമിക്കുകയാണ്. അവർക്ക് എല്ലാവിധ
പിന്നെ ഭാവി ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ. വരും കാലങ്ങളിൽ വലിയ തോതിൽ സേവന കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ പെരിന്തൽമണ്ണയിൽ നെടുംതൂണുകളായി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 1989 ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ച കാരാടൻ നാസർ കഴിഞ്ഞ 2 വർഷമായി സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും പിന്തുണയാണ് ബാങ്കിന്റെ വളർച്ചയ്ക്ക് പിന്നിലെ കരുത്തെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി ഞാൻ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഈ ഒരു കാലയളവിൽ തന്നെ നമ്മുടെ ഭരണസമിതിയും മറ്റ് ജീവനക്കാരും നൽകിയ പരിപൂർണ പിന്തുണയോടുകൂടിയാണ് കേരളത്തിലെ ഏറ്റവും മുൻനിര സർവീസ് സഹകരണ ബാങ്കിലൊന്നായ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡുള്ള ഈ ബാങ്കിനെ ഇതുപോലുള്ള വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കാൻ ഇവരോടൊക്കെ സഹായം കൊണ്ടുമാണ് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി എന്നെ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക്, അതുപോലെ തന്നെ പ്രത്യേകിച്ചും പറയേണ്ടത് ഭരണസമിതി അംഗങ്ങൾക്കും പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് സാഹിബ് അടക്കമുള്ള ചന്ദ്രേട്ടനടക്കമുള്ള വൈസ് പ്രസിഡന്റ് ചന്ദ്രേട്ടനടക്കമുള്ള ഭരണസമിതി അംഗങ്ങളുടെ പരിപൂർണ പിന്തുണ കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ബാങ്കിൽ ഇത്ര ഒരു ഉന്നതിയിലെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ നിലവിൽ ബാങ്കിന് 410 കോടി രൂപ നിക്ഷേപവും 475 കോടി രൂപ വായ്പയും മറ്റ് ബാങ്കുകളിലായിട്ട് 250 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റുമുള്ള നല്ല അടിത്തറയുള്ള ഒരു സർവീസ് സഹകരണ ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ഇതിനൊക്കെ പുറമെ നമ്മുടെ ബാങ്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ്. 50-ാം വാർഷികം ബാങ്കിൻ്റെ 50-ാം വാർഷികം 2015 അന്നത്തെ ഗവർണർ ബഹുമാനപ്പെട്ട ഷീല ദീക്ഷിത് അവർകളാണ് ഉദ്ഘാടനം ചെയ്തത്. ആ സമയത്ത് നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് സാഹിബ് അവർകളായിരുന്നു. അന്ന് അദ്ദേഹം കൊണ്ടുവന്ന വിവിധ പദ്ധതികളാണ് ഇന്നും ബാങ്കിൽ നടപ്പിലാക്കി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മുനിസിപ്പാലിറ്റിയിലെ നിർധനരായ വിധവകളായ പാവപ്പെട്ട മെമ്പർമാർക്ക് വീട് വെച്ച് നൽകുക എന്നുള്ള പദ്ധതി. ഒരു വീടിന് 6 ലക്ഷം രൂപ വില വരുന്ന വീട് ഓരോ വർഷവും 3 വീടുകൾ വീതമാണ് ബാങ്ക് നിർമ്മിച്ചു നൽകിയത്. ഇതിനോടകം തന്നെ 33 വീടുകൾ ബാങ്ക് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷവും നിർധനരായ വിദ്യാർത്ഥികൾക്ക് 2000-ത്തിലധികം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനം, ക്യാഷ് അവാർഡ്, അതുപോലെ തന്നെ കിഡ്നി രോഗികൾക്ക് പ്രത്യേക ധനസഹായം ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് മാസം തോറും 2000 രൂപ പെൻഷൻ നൽകി വരുന്ന ഒരു സ്കീമുണ്ട്. അതുപോലെ തന്നെ പ്രായമായ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഏകദേശം 600-ലധികം ആളുകൾക്ക് ബാങ്കിൽ നിന്നും മാസം 500 രൂപ വീതം പെൻഷൻ നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുനിസിപ്പാലിറ്റിയിലെ അംഗനവാടികൾ, ആശുപത്രികൾ, മറ്റ് എല്ലാ ജില്ലാ ആശുപത്രി അടക്കമുള്ള മറ്റ് എല്ലാ സംഗതികൾക്കും അവിടേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മറ്റ് ധനസഹായവും നമ്മുടെ ബാങ്ക് നൽകി വരുന്നുണ്ട്. ഇതിനൊക്കെ സഹായിച്ചത് നമ്മുടെ ഈ ബാങ്കിൻ്റെ ഇടപാടുകാരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളിൽ ഇല്ലാത്ത ഒരു സവിശേഷത, കൃത്യമായി വായ്പ അടക്കുന്ന എല്ലാവർക്കും 10% പലിശയുടെ ഡിവിഡൻഡ് റിബേറ്റ് നൽകുന്ന ഏക ബാങ്കാണ് നമ്മുടേത്. അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഓഹരിക്ക് 25% കൊല്ലം ലാഭവിഹിതം, അതും കേരളത്തിൽ ഒരു സ്ഥാപനത്തിനും പറയാൻ പറ്റാത്ത ഒരു സംഗതിയാണ് നമ്മുടെ ബാങ്കിൻ്റേത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വായ്പ എടുത്ത് മരണപ്പെട്ടാൽ അവർക്ക് 3 ലക്ഷം രൂപ വരെ നമ്മുടെ ധനസഹായം റിസ്ക് ഫണ്ടിൽ നിന്ന് നൽകുകയും ചെയ്യും. അങ്ങനെ വിവിധ പദ്ധതികളാണ് നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക്, പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടത്തി വരുന്നത്. ഞാൻ ബാങ്കിൽ 5/6/89 പ്യൂൺ തസ്തികയിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. അതിനുശേഷം പടിപടിയായി പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ ബാങ്കിൻ്റെ ഉന്നത സ്ഥാനത്ത്, പ്രത്യേകിച്ച് PK ബാലചന്ദ്രനൊക്കെ ഈ സെക്രട്ടറിയായി ഈ ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു സ്ഥാനത്തേക്ക് എന്നെ ഭരണസമിതിയുടെ പിന്തുണയോടുകൂടി ഭരണസമിതി എന്നെ 2 വർഷത്തോളമായി ഞാൻ ബാങ്കിൻ്റെ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്തു വരികയാണ്. ഇനി ഭാവിയിലും എല്ലാ ഇടപാടുകാരും അതുപോലെ തന്നെ ജീവനക്കാരും ബാങ്കിന് വേണ്ടി പ്രയത്നിക്കണമെന്നും
ബാങ്ക് ഇനിയും ഉയരത്തിലെത്താൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ബാങ്കിനുണ്ടാകണമെന്നും, എങ്കിൽ മാത്രമേ നമുക്ക് കുറേ ആളുകൾക്ക് 82 സ്റ്റാഫുള്ള ജീവനക്കാരുള്ള ഈ ബാങ്കിൽ കുറേ കുടുംബങ്ങൾക്ക് ജീവിതം ഈ ഒരു ബാങ്ക് മുഖാന്തരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് ഉയർച്ചയിലെത്തിയാലേ പുതിയ പുതിയ തസ്തികകൾ കൊണ്ടുവന്ന് നമുക്ക് ഈ ബാങ്കിനെ ഉന്നതിയിലെത്തിക്കാൻ സാധിക്കുള്ളൂ. അതിന് എല്ലാ ഇടപാടുകാരും അതുപോലെ തന്നെ ഭരണസമിതിയും ജീവനക്കാരും പ്രയത്നിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ എല്ലാ ജീവനക്കാർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും പ്രത്യേകിച്ച് ഭരണസമിതി അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സഹകരണ മേഖലയിലെ മാതൃകാപരമായ സ്ഥാപനമായി ബാങ്കിനെ വളർത്തുന്നതിൽ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് നിർണായകമായതെന്ന് വിരമിക്കുന്ന മാനേജർ വി ബാബുരാജും അഭിപ്രായപ്പെട്ടു. ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ബാങ്കിന്റെ ഏറ്റവും വലിയ നേട്ടമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1964 സ്ഥാപിതമായ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് 60ാം പിറന്നാൾ വലിയ ഗംഭീരമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയോടെ ആഘോഷിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ ബാങ്കിൻ്റെ പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഏറ്റവും താഴേക്കടിയിലുള്ള ജനങ്ങളുടെ പെരിന്തൽമണ്ണയിലുള്ള സാധാരണക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ച ഈ ബാങ്ക് പെരിന്തൽമണ്ണയിലെ ഉന്നമനത്തിന് വേണ്ടി, സാധാരണക്കാരായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഈ ബാങ്ക് ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര ഉണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഈ ബാങ്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എക്ലാസ് അംഗങ്ങൾക്ക് ചെയ്യുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങൾ വലിയ രീതിയിലുള്ള മറ്റൊരു ബാങ്കുകൾക്കും ഒരു ബാങ്കുകൾക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടത്തി വരുന്നത്. ഇവിടുത്തെ ജീവനക്കാരാണെങ്കിലും ഭരണസമിതി അംഗങ്ങളാണെങ്കിലും ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന് മാറാൻ സാധിച്ചത്. ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോണിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ന് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം, സഹകരണ മേഖല ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്ത് പോലും മറ്റുള്ള പ്രദേശങ്ങളിലെ ബാങ്കുകളൊക്കെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് പോലും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ലാതെ അത് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അതുപോലെയുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. 1998 ഞാൻ ഈ ബാങ്കിൽ ജീവനക്കാരനായി വരുന്നത്. അതിനുശേഷം ഈ 31 കൂടി ഇവിടുത്തെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ നമ്മുടെ ബാങ്കിന് സാധിച്ചത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. മറ്റു സ്ഥലങ്ങളിലും കാണാത്ത രീതിയിൽ ജനങ്ങളോടുള്ള അടുപ്പവും ജനങ്ങളോടുള്ള ആ ഒരു പ്രതിബദ്ധതയും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുമ്പോൾ വളരെയേറെ സംതൃപ്തിയോടെ കൂടിയാണ് ഇവിടെ നിന്നും പടിയിറങ്ങുന്നത് എന്ന് പറയാൻ ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ ഇവിടുത്തെ സർവീസ് ജീവിതം ജനങ്ങൾക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ സാധിച്ചു. ബാങ്കിന് വേണ്ടി, ബാങ്കിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അതിന് ഭാഗഭാക്കാവാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഈ ഔദ്യോഗിക ജീവിതത്തിൽ വിരമിക്കുമ്പോൾ വളരെയേറെ ആത്മസംതൃപ്തിയോടുകൂടി ഈ ബാങ്കിൻ്റെ പടിയിറങ്ങുമ്പോൾ വളരെയേറെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സേവന ജീവിതം അവസാനിപ്പിച്ച് പടിയിറങ്ങുമ്പോഴും ബാങ്കിന്റെ വളർച്ചയും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന പ്രത്യാശയാണ് ഇരുവരും പങ്കുവച്ചത്. സഹകരണ മേഖലയിലെ ശ്രദ്ധേയമായ സ്ഥാപനങ്ങളിലൊന്നായ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന് ഇവരുടെ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുന്നതായിരിക്കും. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.